മാണിയുടെ സ്വന്തം പാല, കേരള കോൺഗ്രസ് എമ്മിന്റെ തട്ടകമായ പാല. ആ പാലായിൽ 4 പതിറ്റാണ്ടിനിടെ ആദ്യമായി കേരള കോൺഗ്രസ് എം പ്രതിപക്ഷ സ്ഥാനത്താവുകയാണ്. പുളിക്കക്കണ്ടം കുടുംബം പിന്തുണ പ്രഖ്യാപിച്ചതോടെ പാലാ നഗരസഭയിൽ UDFന് കേവല ഭൂരിപക്ഷമായി. ദിയ പുളിക്കക്കണ്ടം എന്ന 21-കാരി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സണാകും. ഒത്തിരി സന്തോഷം. UDF ഞങ്ങൾക്ക് പിന്തുണ തന്നു, ഞങ്ങൾ UDFന് പിന്തുണ കൊടുത്തു. അതുകൊണ്ട് തന്നെ ഒരു 21 വയസ്സിൽ, പ്രായം ഒരു നമ്പർ മാത്രമാണ്, എന്നാലും 21 വയസ്സിൽ ഇന്ത്യയിലെ യങ്ങസ്റ്റ് ആയിട്ടുള്ള ചെയർമാനായിട്ട് എനിക്ക് അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. അതെൻ്റെ പരമാവധി കഴിവിന് ഞാനത് പ്രയോഗിക്കപ്പെടുത്തി അത് നാടിൻ്റെ നന്മയ്ക്ക്, പാലായുടെ വികസനത്തിനും പാലയിലെ നാട്ടുകാർക്കും വേണ്ടി അത് വിനിയോഗിക്കുമെന്ന് ഞാനിവിടെ ഉറപ്പായിരുന്നു. ബിനു പുളിക്കക്കണ്ടം, സഹോദരൻ ബിജു പുളിക്കക്കണ്ടം, ബിനുവിന്റെ മകൾ ദിയ എന്നിവർ സ്വതന്ത്രരായി മത്സരിച്ചാണ് വിജയിച്ചത്. 26-അംഗ ഭരണസമിതിയിൽ LDFന് 12ഉം UDFന് 10ഉം എന്നതാണ് കക്ഷിനില. LDFനും UDFനും കേവല ഭൂരിപക്ഷമില്ലാതെ വന്നതോടെയാണ് ഭരണത്തിൽ പുളിക്കക്കണ്ടം കുടുംബം നിർണായകമായത്. പാലാ നഗരസഭയുടെ ഭരണം നഷ്ടപ്പെടുക എന്നത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമായിരുന്നു. അതിനാൽ തന്നെ മന്ത്രി VN വാസവനും CPM ജില്ലാ സെക്രട്ടറി TR രഘുനാഥനും ഒന്നിച്ചെത്തി ബിനുവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ജോസ് കെ മാണിയും ബിനു പുളിക്കക്കണ്ടവുമായുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ച വിട്ടുവീഴ്ചയ്ക്ക് കേരള കോൺഗ്രസ് എം തയ്യാറായിരുന്നു. എന്നാൽ UDFനൊപ്പമാണെന്ന തീരുമാനം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ് കുടുംബം. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും പുളിക്കക്കണ്ടം കുടുംബത്തിന്റെ ഈ തീരുമാനം നിർണായകമാകാൻ സാധ്യതയുണ്ട്. 5 വർഷം മുൻപ് ജോസ് കെ മാണി തട്ടിമാറ്റിയ നഗരസഭാ അധ്യക്ഷ സ്ഥാനം ബിനു പുളിക്കക്കണ്ടം തന്റെ മകളിലൂടെ തിരിച്ചുപിടിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.